ഞാനാണോ സൂര്യേട്ടനാണോ ബ്രൈറ്റ് എന്നുള്ള കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ താടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒട്ട് സമയം കളഞ്ഞില്ല, നേരെ നിഖിലേട്ടൻ്റെ ഒടിക്ക്. ഈ മോന്തേമ വളരുന്ന രോമം തലയിലും കൂടി വന്നെങ്കിൽ ഞാൻ എന്തൊരു ഹാപ്പി ആയിരുന്നു. ഇപ്പൊ എന്തിനാ പെട്ടെന്നൊരു താടി സെറ്റിംഗ് എന്നല്ലേ? കല്യാണാടോ. എന്റെ അല്ല, എന്റെ ഒരു ഉയർന്ന അൻപന്റെ. നിഖിലേട്ട പണ്ടൊക്കെ ഈ അറബിയോളം സുന്ദരനാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു സ്റ്റൈൽ എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. എല്ലാ പ്രാവശ്യം ഒപ്പിച്ച് നല്ല അറബി തെറി കേൾക്കേണ്ട സമയമായിരുന്നു. ക്യാമറ കണ്ടോണ്ട് ആൾക്ക് ഒന്നും പറയാൻ പറ്റില്ലടാ. പ്ലിങ് ആയി പാവടാ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 10-15 മിനിറ്റ് എന്റെ മൂക്കിന് താഴെ രോമം വരാത്തതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരുപാട് കൊല്ലത്തെ അനുഭവ സമ്പത്തൊക്കെ ഉള്ള ചാട്ടിന് ഇതിനൊരു പ്രതിവിധി പറഞ്ഞുതരാൻ പറ്റുന്നൊക്കെ പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ആളുടെ മുഖത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം പിടി കിട്ടിയത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന എനിക്കിത് കിട്ടണം. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സലൂണിൽ വെക്കണ പാട്ടാണ് കേൾക്കണേ. ഈ സാധനമൊക്കെ കെട്ടിട്ട് ഉറങ്ങാണ്ട് പിടിച്ചെന്ന് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിപ്പോയി. മിനിക്ക് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയി കിട്ടാ. അപ്പൊ എന്നെ പൈസ കൊടുത്തേക്കാൻ നോക്കുമ്പോ ആൾക്ക് ഇല്ലാത്ത തിരക്ക്. എന്റെ പൊന്നെ കട്ടിലൊഴിയാൻ കാത്തിരിക്കായിരുന്നു അടുത്ത ആളെ പ്രതിഷ്ഠിക്കാൻ. തൃശ്ശൂർ, ആമ്പല്ലൂർ, കല്ലൂർ ഭാഗത്തുള്ളവരൊക്കെ എന്നെ പോലെ ചുള്ളനാവണമെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടാ. വീട്ടിൽ പോയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്പൂസിന്റെ എക്സ്പ്രഷൻ നോക്കാന്ന് വിചാരിച്ചു. എന്റെ മോള് പോയി ദുൽഖറിനൊക്കെ ആവുമ്പോൾ ഭീഷണിയാവും പോണേ. കാരണം ലാസ്റ്റ് പടത്തിൽ അങ്ങേര് കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 2 അഭിനയാണ് ഇവിടെ കാഴ്ചവെക്കണേ. നേരെ പാറുവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഡയലോഗും, ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഭാര്യയെ കിട്ടിയതിന് എല്ലാരും എന്നെ കണ്ണുവെക്കാൻ അസൂയ കൊണ്ട്. ഇങ്ങനെയൊക്കെ മണ്ണിടിച്ചൊരു കണക്കിന് ഒരു ഫേഷ്യൽ ഞാൻ ഒപ്പിച്ചെടുത്ത്. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.